എൻ്റെ പുതിയ ക്യാമറ പൊളിയല്ലേ, കുറച്ചുകൂടി ക്വാളിറ്റി ബെറ്റർ ആയില്ലേ. ഇതിൻ്റെ സിനിമാറ്റിക് ഒക്കെ ഉണ്ട്. സോ ബാക്ക്ഗ്രൗണ്ട് അവർ ഓട്ടോമാറ്റിക്കലി ബ്ലറാക്കിയിട്ട് എന്നെ മാത്രം ഫോക്കസ് ചെയ്യും. അത് നല്ലതല്ലേ. എൻ്റെ നേരത്തെ ഉള്ള ഫോണിൽ അതില്ലായിരുന്നു. അപ്പം ഞാൻ വ്ളോഗിങ്ങിന് വേണ്ടി മാത്രമായിട്ടൊരു ഫോൺ എടുത്തായിരുന്നു. അതാണ് ഈ ഫോണ്. സോ I'm super happy with how I look in the camera. Edit ചെയ്യുമ്പോഴത്തേനും നമുക്ക് അറിയാം ഇതിപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന്. But anyway, welcome back to another vlog. Bye, Helen. ഓക്കെ, അപ്പം ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു 3 ആഴ്ച മുമ്പ് ഭയങ്കര ജോലിയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കൊക്കെ. നമുക്ക് ഭയങ്കര ഷോർട്ട് സ്റ്റാഫ് ആയിരുന്നു. ഞാനൊരു നേഴ്സാണ്, അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയുവാണ്. ഞാനൊരു RN നേഴ്സാണ്. സോ ഇവിടെ ഇപ്പം നല്ല ഷോർട്ടേജ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. സോ നല്ലോണം ജോലി ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു 3 ആഴ്ച മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സ്റ്റോറി ഇൻസ്റ്റഗ്രാമിൽ ഇട്ടായിരുന്നു. അപ്പം അതിനുള്ള റെസ്പോൺസസ് ഒക്കെ ഞാൻ ഇന്നാണ് എനിക്ക് അവസാനം ഒരു ഓഫ് കിട്ടിയിരിക്കുക. ആഫ്റ്റർ 3 weeks I was working non-stop for like 19-20 days. So after 3 weeks എനിക്ക് ഇപ്പോഴാണ് ഒരു sit down day കിട്ടിയത് that I could vlog the answers to this question and answer segment that I did. So small introduction ഞാൻ ആദ്യം ചെയ്തിട്ട് നമുക്ക് Q&Aയിലോട്ട് കയറാം. സോ ഇത്ര നാൾ വീഡിയോ ഇട്ടതിൽ ഞാനൊരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമുക്കൊരു 2000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞു. സോ ഐ എം കൈൻഡ് ഓഫ് ഹാപ്പി. നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റെസ്പോൺസസ് വീഡിയോസിനൊക്കെ കിട്ടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്ന റെസ്പോൺസ് പോലെ കിട്ടത്തില്ല, അതുപോലെ അവിടെയുള്ള ഫോളോവർ പോലെ ഇവിടെ ഇല്ലല്ലോ. ബട്ട് ഈവൻ ദോ ഇറ്റ്സ് ഗ്രാജുവൽ, ഐ ലൈക്ക് സീയിങ് വാട്ട് യു ഗൈസ് കമൻറ്റ് ആൻഡ് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ പേര് ഹെലൻ എലിസബത്ത് ഫിലിപ്പ് എന്നാണ്. ഞാനൊരു BSc നേഴ്സാണ്. US സെറ്റിൽഡ് ആണ്. US വളർന്നതൊക്കെ. സ്കൂളിങ്ങിന് വേണ്ടി നാട്ടിലോട്ട് വന്നു. ദാറ്റ്സ് വൈ ദ റാപ്പിഡ് സ്വിച്ച് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം നിങ്ങൾ കാണും. അത് മൈൻഡ് ചെയ്യണ്ട, ഞാൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ആൻഡ് കോട്ടയംകാരിയാണ് ഞാൻ. നാട്ടിൽ നിന്ന് കോട്ടയം കടുത്തുരുത്തിയാണ് എൻ്റെ നാട്ടിലെ വീട്. റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആരും ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ സിംഗിൾ അല്ല, ഞാൻ കമ്മിറ്റഡ് ആണ്. കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് എൻ്റെ വീട്ടുകാരെല്ലാം ഇവിടെയാണ്. പപ്പ ഒഴിച്ച് ബാക്കി എല്ലാ വീട്ടുകാരും ഇവിടെയാണ്. 3 ബ്രദേഴ്സാണുള്ളത്. ഞാൻ എൻ്റെ ബർത്ത് ഇയർ ഞാൻ പറയുന്നില്ല, പക്ഷേ കല്യാണപ്രായം കഴിഞ്ഞിട്ടൊന്നുമില്ല. സാമാന്യം യങ് ആയിട്ടുള്ളൊരു കുട്ടി തന്നെയാണ്. ഐ എം സ്റ്റിൽ ഇൻ മൈ 20s. ആൻഡ് അപ്പോൾ നമുക്ക് ബാക്കി ഇത് കൂടാതെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ വ്ളോഗിലേക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഓക്കെ, സോ ഞാൻ എൻ്റെ മറ്റേ ഫോണിൽ എല്ലാം ഗ്രാബ് ചെയ്തിട്ടുണ്ട്. സോ ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ചെണ്ണത്തിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനൊരു 7 or 8 or 9 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ഇൻടു ഇറ്റ്. സോ ഫസ്റ്റ് വൺ ഓഫ് ദ റാൻഡം ആയിട്ട് നമുക്ക് വായിക്കാം. വൺ ഓഫ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഐ ഗോട്ട് ഈസ് ക്രിസ്റ്റി റിയ ആണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ക്രിസ്റ്റി റിയ ഫ്രം ഇൻസ്റ്റഗ്രാം. സോ ഷീ ആസ്ക്ഡ് യുവർ ലൈഫ് സ്റ്റോറി ഇൻ ഷോർട്ട്, ലൈക്ക് യുവർ ചൈൽഡ്ഹുഡ്, നഴ്സിംഗ് സ്കൂൾ, വർക്ക് ലൈഫ്, എക്സെട്ര. ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ എൻ്റെ ചൈൽഡ്ഹുഡ് ഞാൻ 3 വയസ്സാണെന്ന് തോന്നുന്നു. 3 വയസ്സുള്ളപ്പോൾ അമേരിക്കയിലോട്ട് വന്നതാണ്. അപ്പം മമ്മി നേഴ്സാണ്, മമ്മി RN. സോ അങ്ങനെ മമ്മിക്ക് വർക്ക് വിസ കിട്ടിയപ്പോഴത്തേനും ഫാമിലി വിസയിൽ ഞങ്ങളെല്ലാവരും കൂടെ എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻ 2000 or 2001 നമ്മളിങ്ങോട്ട് വന്നു. അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ സെറ്റിൽ ചെയ്തു. ആൻഡ് ഇവിടെ വീടൊക്കെ മേടിച്ചു. പിന്നെ എൻ്റെ 8th കഴിഞ്ഞിട്ട് 9th കയറുന്ന വർഷമാണ് തിരിച്ച് നാട്ടിലോട്ട് എല്ലാവരും പോയത്. അപ്പോൾ എല്ലാവരും നാട്ടിൽ ഒരു അന്തരീക്ഷത്തിൽ വളർന്നോട്ടെ, നാടൻ വാല്യൂസൊക്കെ പഠിക്കട്ടെ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ നാട്ടിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ പിന്നീട് 9 മുതൽ +2 വരെ ഞാൻ കോട്ടയത്താണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് മിലിറ്ററി നഴ്സിംഗിൽ ഞാൻ അപ്ലൈ ചെയ്തു. നമുക്ക് എൻട്രൻസ് എഴുതി, ഷോർട്ട് ലിസ്റ്റായി, കിട്ടി, റാങ്ക് കിട്ടി. അപ്പം അങ്ങനെ നമ്മൾ മിലിറ്ററി നഴ്സിംഗിൽ കയറി. അവിടെ 2 വർഷം ചെയ്തു, 2.5 വർഷത്തോളം ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് സിറ്റിസൺഷിപ്പിൻ്റെ പ്രശ്നം ഉണ്ടായി. ലൈക്ക് ഞാൻ അമേരിക്കൻ സിറ്റിസൺ ആണല്ലോ. മിലിറ്ററി നഴ്സിംഗ് ഓഫീസറായിട്ട് നമുക്ക് ഗ്രാജുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആവണമെന്നുണ്ട്. സോ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഐ വാസ് ലൈക്ക് ഓക്കെ, എനിക്ക് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ലൂസ് ചെയ്യണം എന്ന് യാതൊരു താല്പര്യമില്ലായിരുന്നു. സോ ദെൻ ഐ വെന്റ് ടു എ സിവിലിയൻ കോളേജ് വിച്ച് വാസ് യനപ്പോയ യൂണിവേഴ്സിറ്റി, മാംഗ്ലൂരിൽ. അപ്പോൾ അവിടെയാണ് ഞാൻ 3rd ഇയറും 4th ഇയറും കംപ്ലീറ്റ് ചെയ്തത്. സോ ഫ്രം മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഇൻ മുംബൈ, അവിടെയാണ് ഞാൻ മിലിറ്ററി നഴ്സിംഗ് ചെയ്തത്. ആൻഡ് ഇൻ യനപ്പോ യൂണിവേഴ്സിറ്റി ഇൻ മാംഗ്ലൂർ, അവിടെയാണ് ഞാൻ ബാക്കി BS നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത്. സോ ദോസ് 2 യൂണിവേഴ്സിറ്റീസ്, മാംഗ്ലൂർ ആൻഡ് മുംബൈയിലാണ് ഞാൻ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് ദെൻ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞിട്ട് വർക്ക്
ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പ്ലേസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഐ ഓൾസോ വർക്ക് ഫോർ ഏജൻസി ആകുമ്പം റാൻഡമായിട്ട് നമുക്ക് ഷിഫ്റ്റ്സ് പിക്കപ്പ് ചെയ്യാൻ പറ്റും. ഷോർട്ടേജ് ഉള്ള എവിടെയാണെങ്കിലും അവിടെ അപ്പം കമ്പറ്റേറ്റീവ് പേയിൽ നമുക്ക് ആപ്പിൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഷിഫ്റ്റ് പിക്കപ്പ് ചെയ്തിട്ട് നമ്മൾ പെർ ഡി എം ആയിട്ട് അവിടെ പോയിട്ട് ജോലി ചെയ്യും. അപ്പോൾ രണ്ടും ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഐ എം ലുക്കിംഗ് ഇൻ ടു മൂവിങ് ഇൻ ടു ICU. കല്യാണം കഴിഞ്ഞിട്ട് ട്രാവൽ നഴ്സിംഗ് ICU കോൺട്രാക്റ്റ് നോക്കണമെന്നുണ്ട്. സോ എനിക്ക് ICU എക്സ്പീരിയൻസ് ഇല്ല, ICU or ER എക്സ്പീരിയൻസ് ഇല്ല. സോ ഞാൻ ഈ ഒരു വർഷം I'm planning on the year before getting married, I'm planning on looking into ICU nursing so I can grab some experience in that and move into travel nursing. So that's the short wind up about my life and where I'm at right now and where I was in the past 10 years. So I hope that explained a bit about me. Okay, next question is Mabel Rose asked, when are you getting married? I'm getting married in July 2026. അപ്പം കല്യാണ തീയതിയെല്ലാം ഫിക്സ് ചെയ്തു, ഹാളുകളെല്ലാം ഫിക്സ് ചെയ്തു, കാര്യങ്ങളെല്ലാം സെറ്റായി. സോ ഞാൻ നെക്സ്റ്റ് ഇയർ ജൂലൈയിൽ, സോ ഐ ഹാവ് റഫ്ലി എ ഇയർ ആൻഡ് എ മന്ത് നൗ. I'm a 2026 bride. So super excited for that. അത് കുറേ പേര് ചോദിച്ചു കേട്ടോ. മിസ്റ്റർ വിനീഷ് 21, അർജുൻ ശങ്കർ 1996, കുറേ പേര് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പം ആ ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ ഒന്നിച്ചങ്ങ് ആൻസർ ചെയ്തേക്കുവാണ്. Okay, next question. Sari or gown for a wedding? ഇത് ചോദിച്ചത് purely saved by Christ ആണ്. Sari or wedding for gown? I am gravitating towards a sari. And the reason why is ഞാൻ ഷോർട്ട് ആണ്. Okay, എനിക്ക് 5 foot 1 inch ഹൈറ്റേ ഉള്ളൂ. I think 154 centimeter ഹൈറ്റേ ഉള്ളൂ. So gown ഇടുമ്പോൾ I feel like it makes me look a little more fat, like സ്മോൾ പോലെ ഇരിക്കും. ഇപ്പോൾ കുറച്ചൊരു മെച്ചുവർ ലുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കുറച്ച് I think I've always loved sarees, and especially വെഡിങ്ങിന് ഇന്ത്യൻ ക്രിസ്ത്യൻ സിറിയൻ ബ്രൈഡ് ആകുമ്പോഴത്തേനും I think സാരി വുഡ് ലൈക്ക് നൈസ്. ഇപ്പോൾ എല്ലാവരും ഗൗൺ ആൻഡ് യൂറോപ്പ് സെൻട്രിക് ആയിട്ടുള്ള ട്രെൻഡ്സിലോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സാരി എടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. സോ ഐ എം ഗ്രാവിറ്റേറ്റിംഗ് ടുവേർഡ്സ് സാരി. Tell me if you know any places that have nice sarees. So sari for the wedding. AKKI12 said, where did you get this Hulk from? ജോൺ ചേട്ടനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും പറഞ്ഞത്. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ജോൺ ചേട്ടനെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ ആരാണ്ട് പറഞ്ഞത്. അപ്പോൾ പുള്ളി ഭയങ്കര ചിരിയായിരുന്നു. ജോൺ ചേട്ടൻ്റെ ശരിക്കുള്ള ഫിസിക് ഇതൊന്നുമല്ല. ജോൺ ചേട്ടൻ ആക്ച്വലി ഒരു ഫിസിക്കൽ ട്രെയിനർ ആയിരുന്നു. ടെക്നിക്കലി ഹിസ്റ്റൽ ഈസ്, ബട്ട് കഴിഞ്ഞ വർഷം മെയ് ആയിരുന്നപ്പോഴത്തേനും ഒരു നീ ഇഞ്ചറി വന്നായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് പുള്ളി പ്രോപ്പർ വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല. ദിസ് ഇസ് നോട്ട് ഹൗ ഹി ലുക്സ്. സോ പുള്ളി അത് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാനിങ്ങനെയല്ല ഗൈസ്, ഇതൊന്നും അല്ല ഗൈസ് എന്ന് പറയാൻ പറഞ്ഞു. ഹൾക്കൊന്നും എനിക്കറിയത്തില്ല. അത്യാവശ്യം വർക്കൗട്ട് ചെയ്ത് ഹെൽത്തൊക്കെ നോക്കുന്ന ഒരാളാണ്. അത് കണ്ടിട്ട് ഞാനും വർക്കൗട്ട് ചെയ്യണം തോന്നുന്നു. അടുത്തൊരു വർഷം എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഉള്ളൂ കല്യാണത്തിന് ഞാനും ഫിറ്റായിട്ടൊക്കെ ഇരിക്കുള്ളൂ. സോ ലുക്കിംഗ് ഇൻടു ദാറ്റ് ആസ് വെൽ. പിങ്ക് ബാർബി 625 says, ചേച്ചി എങ്ങനെയാണ് ബോയ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്തത്? ഒരുപാട് പേര് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടോ. യുവർ ലവ് സ്റ്റോറി പ്ലീസ്, അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. സോ ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്നോട് ഇപ്പം കൂടെ വിളിച്ചപ്പോൾ ചോദിച്ചിട്ട് പറഞ്ഞോളൂ, എടി അതൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ തമ്മിലുള്ള കാര്യം അതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, നിങ്ങൾ വരുമ്പോൾ നമുക്കൊരു സിറ്റ് ഓൺ വ്ലോഗ് ചെയ്യാം, നമുക്കത് പറയാം എന്ന് പറഞ്ഞപ്പോൾ ഹി സെഡ് ഓക്കെ ഫൈൻ ഐ അഗ്രി, നമുക്കത് പറയാമെന്ന് പറഞ്ഞു. ഒന്നിച്ചിരിക്കുമ്പോൾ പറയാം, തന്നെ നീ പറയണ്ടെന്ന് പറഞ്ഞു. സോ ഇപ്പോഴും ഞങ്ങളുടെ ലവ് സ്റ്റോറിയുടെ കാര്യം ഐ ക്യാൻ ഷെയർ, ബട്ട് ഹൗ വി മെറ്റ് എന്നുള്ള കാര്യം എനിക്ക് ജസ്റ്റ് പറയാം. ഞങ്ങളൊരു മ്യൂച്വൽ ഫ്രണ്ട് വഴിയാണ് മീറ്റ് ചെയ്തത്. അപ്പം ആ മ്യൂച്വൽ ഫ്രണ്ടിൻ്റെ കല്യാണം ഭംഗിയായിട്ട് ഈ കഴിഞ്ഞ മാസം കഴിയുകയും ചെയ്തു. സോ വി മെറ്റ് ത്രൂ എ മ്യൂച്വൽ ഫ്രണ്ട്. That's how we met. ബാക്കി ലവ് സ്റ്റോറി വേറൊരു വ്ളോഗിൽ നമ്മൾ രണ്ടുപേരും ഒന്ന് ചിലപ്പോൾ പറയുന്നതായിരിക്കും. നെക്സ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ. Best time of your life, childhood in America, life at NSS Kallara, working in America or now? So ഇത് ചോദിച്ചത് Kevin 231993 ആണ്. സോ കെവിന് ഇത് NSSലാണ് ഞാൻ +1 +2 പഠിച്ചെന്നൊക്കെ അറിയണമെങ്കിൽ എന്നെ നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് അത് പറ്റുള്ളൂ. പക്ഷേ കെവിന് പേരുള്ള ഒരാൾ എന്നോട് പഠിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കെവിന് ചുമ്മാ ആയിട്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ ബെസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഇവിടെ ഇപ്പോൾ ആണോ, അമേരിക്കയിൽ ജോലി ചെയ്ത സമയം, ഈ ഒരു സമയമാണോ, NSSലുള്ള സമയമാണോ, +1 +2 സമയമാണോ എന്ന് ചോദിക്കുന്നത്, അതോ ചൈൽഡ്ഹുഡ് അമേരിക്ക ആണോ? Definitely, this is the unanimous answer. I would say childhood in America. ഞാനത് പറയാനുള്ള റീസൺ, അന്ന് നമുക്ക് ക്ലീഷേ ആൻസർ ആണെങ്കിലും നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ല. സ്കൂളിൽ പോകും. ഞാൻ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഞാൻ അങ്ങനെ ആയിട്ടുള്ളൊരു കുട്ടിയായിട്ടാണ് വളർന്നത്. ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്, സംസാരിക്കുന്നു, എവിടെ ചെന്നാലും വളവള വർത്താനം പറയുന്നത് ഇപ്പോഴാണ്. അന്ന് ഞാൻ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടൊരു കുട്ടിയാണ്. മാത്രമല്ല there's a funny story behind that. കഴിഞ്ഞ ദിവസം കൂടെ ജോജേട്ടൻ്റെ ചേച്ചിയും അളിയനും കൂടെ വിളിച്ചപ്പം അത് മെൻഷൻ ചെയ്തേ ഉള്ളൂ. സോ ചെറുപ്പത്തിൽ I had this സ്വഭാവം. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടും ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കാൻ നെർവസ് ആയിട്ടുള്ള ഒരാളുമായതുകൊണ്ട് I used to talk to myself in front of the mirror. സോ അതൊക്കെ ഈയിടെയുള്ള ഇന്റർവ്യൂവിൽ മമ്മൂട്ടി അങ്ങനെ ചെയ്യാറുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പം അതെനിക്കറിയത്തില്ലായിരുന്നു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. when I was in 7th and 6th and 5th grade, ഞാനിങ്ങനെ കണ്ണാടിയുടെ മുന്നേ നിന്ന് കോൺവെർസേഷൻസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ബിഫോർ ഇപ്പോൾ നാളെ എനിക്ക് എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും മിണ്ടണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് ക്രഷ് ഉള്ള ഒരാളോട് മിണ്ടണം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് മിണ്ടണം, അല്ലെങ്കിൽ ക്ലാസ് പ്രസന്റേഷൻ ചെയ്യണമെങ്കിൽ കണ്ണാടിയുടെ മുന്നേ നിന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു റെഗുലർലി എവറി ഡേ. ഈ മറ്റേ വിനോദയാത്ര സിനിമയ്ക്കകത്ത് പാർവതി ചെയ്തില്ലേ, അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു. സോ ദാറ്റ് വാസ് a സ്വഭാവം ഓഫ് മൈൻഡ്, ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് puts it into
റെട്രോസ്പെക്ട് ഹൗ ഐ വാസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. ഇഷ്ടംപോലെ ആഹാരം കഴിക്കും. അമേരിക്കയാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ അച്ഛനും അമ്മയും ഒരിക്കലും ഒരു വിഷയം കാണിച്ചിട്ടില്ല. അപ്പോൾ വീട്ടിൽ എപ്പോഴും ഇഷ്ടംപോലെ ഫുഡുണ്ട്. അപ്പോൾ കയറി ഇറങ്ങിയും ഫ്രൂട്ട്സും ചോറും ഒക്കെ കഴിക്കും. ബുക്സ് വായിക്കും. ഒരുപാട് ബുക്സ് വായിക്കും. ഐ തിങ്ക് ദാറ്റ് massively helped me in my vocabulary. A lot of people ask me, how do you have such good vocab? Like, how do you speak so well? And that's definitely books. ഒരുപാട് ബുക്സ് വായിക്കുമായിരുന്നു. ലൈബ്രറീസ് ആർ ഫ്രീ ഇൻ അമേരിക്ക, at least in my locality they were free. സോ ഒരുപാട് ബുക്സ് ഡെയിലി വന്ന് വായിക്കും. എത്ര ബുക്സ് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കാവോ അത്രയും ബുക്സ് എടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് ചൂട് ബോൺവിറ്റയോ ബൂസ്റ്റോ സൈഡിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് വായിക്കും. എൻ്റെ അച്ഛനും അമ്മ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് വഴക്ക് പറഞ്ഞ് ഞങ്ങൾ എൻ്റെ ചേട്ടനെയും കിടത്തണമായിരുന്നു. അത്രയും ഞങ്ങൾ ബുക്സ് വായിക്കുമായിരുന്നു. ആൻഡ് ഹാപ്പിലി ഐ എം വെരി ഹാപ്പി ടു സേ മൈ ലിറ്റിൽ ബ്രദർ ഈ ജനറേഷൻ ആണെങ്കിലും ഹി ആൾസോ പിക്ഡ് അപ്പ് ഓൺ ദാറ്റ് ഹാബിറ്റ്. And he also has good vocabulary now because of that. So I'm very happy about that. That's a message that I want to send out. പിള്ളേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിള്ളേരാണെങ്കിൽ വായിക്കാം. ഭയങ്കര രസമാണ്. നമ്മൾ ബുക്സ് വായിക്കുമ്പോൾ നമ്മൾ വേറെ ലോകത്തിലോട്ട് പോകുന്ന പോലെയാണ്. ആൻഡ് ലൈക്ക് നമ്മുടെ ചെറിയ ലോകത്തിൻ്റെ പുറത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നമുക്ക് ഒരുപാട് ലൈവ്സ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് രാജ്യങ്ങളും നമ്മുടെ ഇമാജിനേഷൻ ഒരുപാട് ഗ്രോ ചെയ്യും വായിക്കുമ്പോൾ. I feel like a nerd saying this, but it's true. So that was what I most enjoyed about my childhood. ബുക്സ് വായിക്കുന്നു, വീട്ടിലിരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, റെസ്പോൺസിബിലിറ്റീസ് അറിയണ്ട, കാര്യമായിട്ട് വലിയ പഠനമൊന്നും ചെയ്യണ്ട, ചിൽ ലൈഫായിരുന്നു. I think that's what I miss the most as well about my entire life. I would want to go back to 2002 to 2010. ആ ഒരു എറയിലോട്ട് എനിക്ക് 100% I would, yeah, that would come first for me. Next question. How did you find time for TikTok and studies during college days? ഇത് ചോദിച്ചാൽ Ella Berry ആണ് ഇത് ചോദിച്ചത്. സോ അപ്പോൾ എൻ്റെ കോളേജ് സമയത്ത് ടിക്ടോക്ക് കണ്ടിരുന്ന ആളാണ്. ഓ മൈ ഗോഡ്, സോ എംബാരസിംഗ്. കോളേജിൽ ഞാൻ ഒരുപാട് ടിക്ടോക്ക് ചെയ്യുമായിരുന്നു. ടിക്ടോക്കിലാണ് ആദ്യം നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടായത്. ടിക്ടോക്കിൽ എനിക്ക് ഐ തിങ്ക് ഓൾമോസ്റ്റ് 300,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോഴാണ് ഞാൻ ഇൻസ്റ്റയിലോട്ട് വന്നത്. പിന്നെ ഇൻസ്റ്റയിൽ ഗ്രാജുവലി 100K ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഓൾമോസ്റ്റ് 200K ആയി. വിത്ത് ഗോഡ്സ് ബ്ലെസ്സിങ്സ് ഐ ബി സൂപ്പർ ഹാപ്പി ടു സെലിബ്രേറ്റ് 200K when that hits. ബട്ട് കോളേജ് ഡേയ്സിൽ ടിക്ടോക്കിന് സമയം കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം ഞാൻ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പഠിച്ചിരുന്നത് BSc നഴ്സിംഗ്. അപ്പോൾ മിലിറ്ററി ആയിരുന്ന സമയത്ത് ഞാൻ ഇതിൽ ടിക്ടോക്കിലായിരുന്നു കേട്ടോ. ഞാൻ ടിക്ടോക്കിൽ കയറി ഞനപ്പോയിൽ വന്നു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞനപ്പോയിൽ ദേ ഹാവ് എ ഗുഡ് ബാലൻസ്. ഐ തിങ്ക് അവർ 5 മണി വരെ എല്ലാ ദിവസവും 8 മണിക്ക് തുടങ്ങുന്ന ക്ലാസ് 5 മണി വരെ ഉണ്ട്, അല്ലെങ്കിൽ 4 മണി വരെ ഉണ്ട്. കോളേജ് ഉണ്ട്, ക്ലിനിക്കൽസ് ഉള്ള സമയത്ത് ക്ലിനിക്കൽസ് ഉണ്ട്. പക്ഷേ രണ്ടും ഒന്നിച്ച് ഭയങ്കരമായിട്ട് വെച്ച് നമ്മളെ മടുപ്പിക്കുന്ന പരിപാടിയില്ല. ക്ലിനിക്കൽസ് ഉള്ള സമയം ക്ലിനിക്കൽസും കോളേജുള്ള സമയം കോളേജും. അപ്പോൾ ബാക്കിയുള്ള 8 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂർ നമുക്ക് ഫ്രീയാണ്. നമ്മളോട് പറയത്തില്ല ഇന്നത് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊന്നും പറയത്തില്ല. നമുക്കങ്ങനെ ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു കറിക്കുലം അല്ലായിരുന്നു അവിടെ. സോ ബാക്കിയുള്ള ഒരു 8 hours അല്ലെങ്കിൽ 16 hours ഞാനിങ്ങനെ ഡ്രസ് ചെയ്തിട്ട് ടിക്ടോക്ക് എടുക്കുമായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ കൂടുതൽ ഡയലോഗ് ടിക്ടോക്സ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ കൂടുതൽ ചുമ്മാ എന്തെങ്കിലും മ്യൂസിക് ഇട്ട് അങ്ങോട്ട് തിരിക്കുന്നൊക്കെയാണ്. പക്ഷെ അന്ന് നമ്മൾ എഫേർട്ട് എടുത്ത് ഡയലോഗ് പഠിച്ച് അന്നത്തെ ടിക്ടോക്ക് ഐ തിങ്ക് യു ഗൈസ് ആർ നോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിന് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നത്. കോളേജിൽ പോകാൻ വേണ്ടി ചുരിദാറൊക്കെ ഇടുവാണെങ്കിൽ കോളേജിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഒരു ടിക്ടോക്ക് അങ്ങ് എടുക്കും. അപ്പം ആ ഡ്രസ്സ് യൂട്ടിലൈസ് ആയി. പിന്നെ ആ ഡ്രസ്സ് 6 മാസം കഴിഞ്ഞിട്ട് ഇടുള്ളൂ. അപ്പം അങ്ങനെ ഐ തിങ്ക് ദാറ്റ് വാസ് ഹൗ ഐ ഫൗണ്ട് ടൈം ഫോർ ടിക്ടോക്ക് ഡ്യൂറിംഗ് കോളേജ് ടൈംസ്. പിന്നെ ഉള്ള ചോദ്യം എന്താ, മേക്കപ്പ് കളക്ഷൻ വ്ളോഗ്. പിന്നെ ഒരു വ്ളോഗിൽ മേക്കപ്പ് കളക്ഷൻ ഒക്കെ ഞാൻ ചെയ്യാം. എനിക്കൊരു പ്രോപ്പർ മേക്കപ്പ് കിറ്റ് ഉണ്ട്. ഞാൻ ആക്ച്വലി ഒരു ബ്രൈഡിൻ്റെ മേക്കപ്പ്, മധുരം വെപ്പിന് വേണ്ടി ഒരു ബ്രൈഡിൻ്റെ മേക്കപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയാം. എൻ്റെ മുഖത്തല്ലാതെ വേറെ ആളുടെ മുഖത്ത് കണ്ണെഴുതുന്ന കാര്യങ്ങൾ ഒഴിച്ച് അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയാം. സോ ഐ ഹാവ് എ മേക്കപ്പ് കിറ്റ്. അത് ഞാൻ അതിനുവേണ്ടി മേടിച്ചല്ലാതെ എനിക്ക് വേണ്ടി മേടിച്ചാണ്. ബട്ട് ഐ ഹാവ് എ ഗുഡ് മേക്കപ്പ് കിറ്റ് ആക്ച്വലി. നല്ല ബേസിക്സും നല്ല ഗുഡ് ബ്രഷസ് ഒക്കെ ഉള്ളൊരു കിറ്റ് എനിക്കുണ്ട്. സോ വൺ ഡേ ഐ വുഡ് ലവ് ടു ഷെയർ ദാറ്റ് വിത്ത് യു ഗൈസ്. ഇഫ് യു ഗൈസ് വാണ്ട് ദാറ്റ് കമന്റ് ചെയ്താൽ മതി ആൻഡ് ഐ വുഡ് ഡെഫിനറ്റ്ലി ഡു ദാറ്റ്. സോ പ്രിയ അരുൺ, ഒരുപാട് തവണ പ്രിയ അരുൺ 37 എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതേ കാര്യം ചോദിച്ചുകൊണ്ട്. ആൻഡ് നൗ ക്വസ്റ്റനിൽ ഇതേ കാര്യം ചോദിച്ചിരിക്കുകയാണ്. ഹൗ ഡിഡ് യു ടു മീറ്റ് ആൻഡ് വാട്ട് ഡസ് ഹി ഡു? ഹി ഈസ് ഹാൻസം ആൻഡ് യു ആർ ഗോർജസ്. താങ്ക് യു സോ മച്ച്. ജോജാൻ എപ്പോഴും ചിരിക്കും ഞാൻ ഈ മെസ്സേജൊക്കെ ചേച്ചി അയക്കുന്ന മെസ്സേജ്, ചേച്ചിയാണെന്ന് അറിയത്തില്ല കേട്ടോ, പ്രിയ അയക്കുന്ന മെസ്സേജ് ഞാൻ വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഞാൻ DMs വായിക്കാറുണ്ട്. അപ്പം അത് ഞാൻ വായിച്ച് കേൾപ്പിക്കും. ജോജാൻ എപ്പോഴും ചിരിക്കും. ഹി ലവ്സ് പോസിറ്റീവ് മെസ്സേജസ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. സോ ഞങ്ങൾ മീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ വേറെ വ്ളോഗിൽ പറയാം. ഞങ്ങളുടെ ഒന്ന് ചിലപ്പോൾ പറയാം. ഹി ഈസ് എൻ എഞ്ചിനീയർ. ഹി ലേൺ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. റൈറ്റ് നൗ ഹി ഈസ് ഡൂയിങ് ഡിസൈൻ എഞ്ചിനീയറിംഗ്. സോ കാലിലൊരു എഞ്ചിനീയർ ആണ്. ആൻഡ് താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ് സെയിങ് ദാറ്റ് വി ലുക്ക് ഗുഡ് ടുഗദർ. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. പിന്നെ ANGU Agnu 81 said, was your dad working in the Indian military? Also, you studied partly in India and US. Yes, I did study partly in India and US. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ my dad isn't the military person in my family. It's me. ഞാനാണ് മിലിറ്ററിയിലുണ്ട്, ഇന്ത്യൻ മിലിറ്ററി ഉണ്ടായിരുന്ന ഞാനാണ്, പപ്പയല്ല. സോ അത് ഒരുപാട് പേർക്കുള്ള ക്വസ്റ്റൻ ആണ്. ഞാൻ എക്സ് മിലിറ്ററി അല്ലെങ്കിൽ പിന്നെ ഫാജി പ്രാറ്റ് എന്നൊക്കെ ഞാനിങ്ങനെ ഈ ബയോയിലിടുമ്പോൾ ഒരുപാട് പേര് എപ്പോഴും തിങ്ക് ചെയ്യുന്നത് പപ്പ മിലിറ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്. മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നതെന്ന്. എൻ്റെ ഫാമിലിയിൽ മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞാൻ മാത്രയിൽ എന്നൊക്കെ മലയാളം ഇംഗ്ലീഷ് കൂടെ മിക്സ് ചെയ്ത് വരുക. ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഫാമിലിയിൽ, എൻ്റെ ന്യൂക്ലിയർ ഫാമിലിയിൽ മിലിറ്ററിയിലുള്ളൂ. പക്ഷേ അല്ലാതെ എനിക്ക് മിലിറ്ററിയിലുള്ള ആൾക്കാരുണ്ട് എൻ്റെ ഫാമിലിയിൽ. മമ്മിയുടെ ചേച്ചി ബ്രിഗേഡിയർ ആയിട്ട് റിട്ടയർ ചെയ്തേ. അപ്പം അങ്ങനെ കുറച്ച് മിലിറ്ററി കണക്ഷൻ ഉണ്ട് ഫാമിലിയിൽ. പക്ഷേ എൻ്റെ ന്യൂക്ലിയർ ഫാമിലിയിൽ ഞാൻ മാത്രമേ മിലിറ്ററിയിലൊക്കെ പോയിട്ടുള്ളൂ. അപ്പം ദാറ്റ്സ് ദാറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്
ഹൗ ഡിഡ് യു ഗൈസ് മീറ്റ് ഒക്കെയാണ്. ഇപ്പം സി ബെന്നി എക്സ് വൈഷൻ 47 ഇതാ എല്ലാവരും തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ ലിയാമോൾ മാത്യു ചോദിച്ചു പപ്പ എവിടെയാ ഇപ്പോൾ, പപ്പയുടെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ. പപ്പ നാട്ടിലാണ്. അപ്പോൾ നാട്ടിൽ പോകുമ്പോഴാണ് ഞാൻ പപ്പയുടെ വീഡിയോസ് ഒക്കെ കൂടുതൽ പോസ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ കഴിഞ്ഞ നാട്ടിൽ പോയപ്പോഴും ഒരുപാട് ബിസി ആയിരുന്നു. കല്യാണങ്ങളിലൊക്കെ കാര്യം എൻ്റെ കല്യാണത്തിനല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ ഫേസ് വീഡിയോസ് ഒത്തിരി എടുക്കാൻ പറ്റിയില്ല. സോ കഴിഞ്ഞ മുന്നേ തവണയാണ് ഞാൻ കൂടുതൽ പപ്പനൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒക്ടോബറിൽ ഞാൻ 3 വീക്സ് നാട്ടിൽ പോകുന്നുണ്ട്. സോ കല്യാണത്തിന് മുന്നേ ഞാൻ നാട്ടിലോട്ട് പോകുന്ന ലാസ്റ്റ് വെക്കേഷൻ ആയിരിക്കും ഇത്. സോ അവരുടെ മാത്രം മോളായിട്ടുള്ള എൻ്റെ ലാസ്റ്റ് വെക്കേഷനാണ്. So I think that's going to be a major bonding time for me and my dad, and I look forward to recording more time with him. ഇപ്പം എല്ലാവരും പറയും സോഷ്യൽ മീഡിയയിൽ എല്ലാം വീഡിയോ വെക്കുന്നതിനാന്നൊക്കെ പറയും. പക്ഷേ മെയിലി ഞാൻ നാട്ടിൽ പോയപ്പം പപ്പയുടെ കൂടെ ഞാൻ റെക്കോർഡ് ചെയ്ത ചില വീഡിയോസാണ് ദ ബെസ്റ്റ് മെമ്മറീസ് ഓഫ് മൈ ലൈഫ്. പിന്നോട്ട് അത് നോക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എത്ര മനോഹരമായിരുന്ന ദിവസങ്ങളെന്ന്. മനുഷ്യന്മാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ പല കാര്യങ്ങളും മറക്കും. പക്ഷെ നമ്മൾ വീഡിയോയിൽ കീപ്പ് ചെയ്യുമ്പോൾ എല്ലാം പോസ്റ്റ് ചെയ്യണമെന്നല്ല, പക്ഷെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് യു ആർ സേവിംഗ് മെമ്മറീസ്, യു ആർ ക്യാപ്ചറിംഗ് മെമ്മറീസ് ദാറ്റ് യു ലുക്ക് ബാക്ക് ഇൻ ടു എന്തായാലും ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് ബി ലൈക്ക് ഐ ആം ഗ്ലാഡ് ഐ ക്യാപ്ചർഡ് ദീസ് മെമ്മറീസ്. സോ പപ്പയുടെ വീഡിയോസ് അതുകൊണ്ട് കാണാത്ത. പപ്പ ഇപ്പോൾ നാട്ടിലാണ്. ഹോപ്പ്ഫുള്ളി ഈ ഒക്ടോബറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പപ്പേനും കുറേ കൂടെ കാണാൻ പറ്റും. പിന്നെ വെൻ ഇസ് യുവർ മാരേജ്, പിന്നെയും കുറേ കാര്യങ്ങൾ. ക്രിഷ് 2 തവണ ക്രിഷ് 9104. Why did you cut your hair short? It looks super good though, makes you look much young and prettier. Thank you. പക്ഷേ I don't agree. I love long hair. എൻ്റെ ലൈഫിൽ ഒരു 8th grade വരെ നല്ല മുടി ഉണ്ടായിരുന്നു. എനിക്ക് നല്ല തിക്കുമായിരുന്നു, നല്ല ലോങ് ആയിരുന്നു. ഞാൻ ഒത്തിരി സംസാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ എന്നെ അറിഞ്ഞിരുന്നത് ഒന്നെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ പേരിലൂടെ ക്ലൈൻറ്റിൻ്റെ അനിയത്തി, അല്ലെങ്കിൽ ആ നീണ്ട മുടിയുള്ള കൊച്ച്. അങ്ങനെയായിരുന്നു എല്ലാവർക്കും എന്നെ അറിയാമായിരുന്നത്. 8th ഞാൻ പിന്നെ എല്ലാവരും അമേരിക്കയിലുള്ള എല്ലാവരും ഷോർട്ടായിട്ട് മുടി വെട്ടുന്നത് കണ്ടപ്പോൾ ഞാനും ഷോർട്ടായിട്ട് മുടി വെട്ടി. അപ്പോൾ അന്നായിരുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഒരു ഇത്രയും ഷോർട്ടാക്കി ഞാൻ മുടി +2 ഇത്രയും ലെങ്ത് ആയിരുന്നു തോന്നുന്നു. ഐ തിങ്ക് മേ ബി കുറച്ചുകൂടെ ഉണ്ടായിരുന്നായിരിക്കും. പക്ഷേ എനിക്ക് ഇത്രയും ഷോർട്ട് ഹെയർ ഇൻ ദ ലാസ്റ്റ് 10 years ഇപ്പോഴും ഉണ്ടാകുന്നത്. ഐ ലവ് ലോങ് ഹെയർ. പക്ഷേ എനിക്ക് ഇവിടെ വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് മുടി പൊട്ടിപ്പോവില്ല, താഴെ മാത്രമേ ഉള്ളൂ, കുറേ നല്ല മേലിൽ പോകുമായിരുന്നു മുടി. അപ്പോൾ ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ഉണ്ടായിരുന്നില്ല. ഐ സ്റ്റിൽ ഹാവ് എ ലോട്ട് ഓഫ് ഹെയർ, ബട്ട് എനിക്ക് ഹെയർ ലോസ് ഉണ്ടായിരുന്നു. അപ്പം നീണ്ട മുടി കൊഴിയുമ്പം ഒരുപാടായിട്ട് തോന്നും. അതെനിക്ക് ഒത്തിരി ആങ്സൈറ്റി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ മുടി വെട്ടിയത്. അപ്പോൾ വെട്ടി കഴിഞ്ഞപ്പോൾ നല്ല തിക്കായിട്ട് എൻസിലൊക്കെ നിൽക്കുന്നുണ്ട്, നല്ല ഹെൽത്തിയാണ് മുടി. സോ ഇപ്പോൾ മുടി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ബട്ട് താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ് ദാറ്റ് ഐ എം ഹാർട്ട് ബ്രോക്കൻ ദാറ്റ് ഐ കട്ട് മൈ ഹെയർ ആൻഡ് ഇറ്റ്സ് പെയിൻഫുൾ ഫോർ മീ. കണ്ണാടി നോക്കുമ്പം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന സൗന്ദര്യത്തിൻ്റെ മുക്കാലും ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നില്ല. കണ്ണാടി നോക്കുമ്പോൾ ഐ ഡോണ്ട് ഫീൽ പ്രിറ്റി എനിമോർ വിതൗട്ട് ലോങ് ഹെയർ. സോ ഹോപ്പ്ഫുള്ളി ഐ ഗെറ്റ് യൂസ്ഡ് ടു ഹാവിംഗ് ഷോർട്ട് ഹെയർ. But thank you for your compliment though. It does make me feel a lot better about my haircut. Next question. Merlina 1406. Hello, have you ever took glutathione IV? No, I have never taken glutathione IV. എൻ്റെ ഫോട്ടോസിൽ നോക്കുകയാണെങ്കിലും ഒന്നും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കളർ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ചെറുപ്പത്തിൽ നിന്ന് ഇപ്പോഴത്തോട്ട് വെയിലൊക്കെ കൊള്ളാത്തതുകൊണ്ട് ഉണ്ടായിരുന്ന മാറ്റം അല്ലാതെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് എൻ്റെ കളർ ഭയങ്കരമായിട്ട് മാറിയിട്ടൊന്നുമില്ല. കഴിഞ്ഞൊരു 10 വർഷത്തിൽ എനിക്ക് വലിയ കളർ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഗ്ലൂട്ടാത്തൈൻ ഒന്നും ഒരിക്കലും എടുത്തിട്ടില്ല. അതിനൊക്കെ ഭയങ്കര സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഇനഫ് സ്റ്റഡീസ് ഇല്ല അതിനെക്കുറിച്ച്. അപ്പം നമ്മളതൊന്നും, പിന്നെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതൊന്നും തൽക്കാലം ഇപ്പോൾ അഫോർഡൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ഗ്ലൂട്ടാത്തൈൻ ഒന്നും ഒരിക്കലും ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. കുഴപ്പമില്ലാത്ത അത്യാവശ്യം കളറുണ്ട്, അത്യാവശ്യം ഭംഗിയുണ്ട്, ഇതൊക്കെ മതി. കാരണന്മാർ എന്താ ഭംഗിയും കോലുണ്ടെന്ന് നമ്മൾ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. സോ പിന്നെ വന്ദന അനിൽകുമാർ ചോദിച്ചു വെയിറ്റ് ലോസ് ഡയറ്റ് പ്ലാൻ, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്? 1.5 years കൊണ്ട് ഞാനൊരു 7-8 കിലോ കുറച്ചിട്ടുണ്ട്. സോ അത് ഡയറ്റ് പ്ലാൻ എന്ന് പർട്ടിക്കുലർലി ഇന്ന പ്ലാൻ എന്നൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഷുഗർ കട്ട് ചെയ്തു. ഇപ്പം ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ, ഷുഗറൊക്കെ കുറച്ചൊക്കെ കഴിക്കും, അവിടെ ഇവിടെയൊക്കെ കഴിക്കും. പക്ഷെ ആ ഒരു സമയത്തിൽ ഞാൻ നല്ലോണം ഷുഗർ കട്ട് ചെയ്തു. എനിക്ക് ഷുഗർ ക്രേവിങ്സ് വരുവാണെങ്കിൽ ഞാൻ ഡയറ്റ് കോക്ക് അല്ലെങ്കിൽ ഡയറ്റ് പോപ്പ് ഒക്കെ ആയിരുന്നു കുടിക്കുന്നത്. അപ്പോൾ അത് കുടിക്കുമ്പോഴത്തേനും നമുക്കൊരു ഷുഗർ കിട്ടിയെന്നും ആവും, പക്ഷേ ശരിക്കുള്ള ഷുഗർ അല്ല. ദാറ്റ് ഡസൻറ്റ് മീൻ ഇറ്റ്സ് ഹെൽത്തി, ഡോണ്ട് ഡു ദാറ്റ്. വർക്കൗട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ എനിക്ക് വർക്കൗട്ട് ചെയ്യാനൊന്നും പ്രോപ്പർലി അറിയില്ലാത്തതുകൊണ്ട് ഞാൻ നടക്കുമായിരുന്നു. എനിക്ക് ട്രെഡ്മില്ലുണ്ട്, അപ്പോൾ അതിൽ ഞാൻ നടക്കുമായിരുന്നു. പിന്നെ ഞാൻ നെയ്ബർഹുഡിലൊക്കെ ചുമ്മാ നടക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പം നടപ്പും ഷുഗർ കട്ട് ചെയ്തു, ഈ 2 കാര്യങ്ങളും കൊണ്ടാണ് എനിക്ക് 7-8 കിലോ കുറയ്ക്കാൻ പറ്റിയത്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ഞാൻ അധികം ഒരുപാട് നേരമായി ഈ വ്ളോഗ്, കുറേയൊക്കെ കട്ട് ചെയ്ത് കളയണം. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൽഗുണി ഫു എന്ന് പറഞ്ഞാൽ PHU. ഫൽഗുണി ഫു ചോദിച്ചു വാട്ട്സ് യുവർ ബ്യൂട്ടി സീക്രട്ട്, ടെൽ us യുവർ ഗ്രൂമിങ് പ്രോഡക്ട്സ്. സോ അതിനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നീട് ഇടാം. ബ്യൂട്ടി സീക്രട്ട് എന്ന് പറയാനൊന്നുമില്ല. ഐ തിങ്ക് നമ്മൾ എത്രത്തോളം ചിരിക്കുന്നു, നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുന്നു, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളിരിക്കും. എപ്പോഴും ഡള്ളായിട്ടിരിക്കുന്ന ഒരാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നില്ല. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഞാൻ ഗ്രൂംഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോഴൊക്കെ ഞാൻ അത്യാവശ്യം ഗ്രൂംഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലാതെ ഞാൻ ചുമ്മാ ചക്ക പോലെ ഇരിക്കുന്ന എന്നും ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ പ്രത്യേകിച്ച് ബ്യൂട്ടി സീക്രട്ട് ഒന്നുമില്ല. ഇപ്പം ഞാൻ ഹെയർ ആൻഡ് സ്കിൻ വൈറ്റമിൻസ് എടുക്കുന്നുണ്ട്. നമുക്ക് കോസ്കോയിലൊക്കെ കിട്ടുന്ന നേച്ചേഴ്സ് ബൗണ്ടറിയുടെ വൈറ്റമിൻസ്, അതുപോലത്തെ വൈറ്റമിൻസ് ഒക്കെ എടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ബ്യൂട്ടി സീക്രട്ട് ഒന്നുമില്ല. ഞാനങ്ങനെ ഭയങ്കര ഐശ്വര്യറായ പോലത്തെ ഒരാളുമല്ല, ഞാൻ ഒരു സാധാരണ ഒരു പെൺകുട്ടിയാണ്. സോ ദാറ്റ്സ് ഇറ്റ്.
അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബ്യൂട്ടി സീക്രട്ട് ഒന്നുമില്ല. ഐ തിങ്ക് ദ biggest beauty secret of mine is I'm loved right now. I feel loved. I'm taken care of. And I'm happy. So അതാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ എൻ്റെ ബ്യൂട്ടീനെ ഹെൽപ്പ് ചെയ്തത് over the past year. So anyway, I'm wrapping up this question answer. I hope that you guys got to learn a bit more about me. For all the new people, I hope you know me a little bit more personally now. And yeah, till next time, hopefully it's going to be a vlog next time. ഞാൻ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ, എൻ്റെ ലൈഫിൽ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള മാറ്റം വരുമ്പോൾ അത് വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു വ്ളോഗിങ് ദാറ്റ്. മോസ്റ്റ് പ്രോബബ്ലി അടുത്തായിട്ട് എൻ്റെ ലൈഫിലുള്ള ബിഗ് ഇവൻറ്റ് എൻ്റെ ബർത്ത്ഡേ ആയിരിക്കും in July, the coming month. So അതായിരിക്കും ഞാൻ മെയിൻലി വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. So I'm looking forward to that, and I'm looking forward to seeing you guys again soon. So take care, stay happy, stay safe, stay hydrated. Uma, chakre Uma, bye.